RJ സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് NDSC സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ജിയോഗ്രഫി ഭൂമിശാസ്ത്രത്തിലെ സീസൺസ് ആൻഡ് ടൈം ഋതുഭേദങ്ങളും സമയവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജിയോഗ്രഫിയിലെ പാർട്ട് 3 ഈ വീഡിയോ. അതായത് പാർട്ട് 1 ലാൻഡ് ഓഫ് ഇന്ത്യ ഡൈവേഴ്സിറ്റീസുമായി ബന്ധപ്പെട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ട് 2 റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠവും അതുപോലെ തന്നെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഈ 2 പാഠങ്ങളും ഓരോന്നായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഇത് പാർട്ട് 3 ആണ്. നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ വർഷത്തെ NDSC എക്സാം ജനുവരി 17 നടക്കുകയാണ്. ഈ വർഷം പ്രധാനമായി സ്റ്റേറ്റ് സിലബസിന് കൂടുതൽ ഫസ്റ്റ് ഫേസിൽ പ്രാധാന്യമുണ്ട്, അതിന് യാതൊരു സംശയവും ഉണ്ടായില്ല. മുൻകാലഘട്ടങ്ങളിലും ഒരു 90% ചോദ്യങ്ങളും ഫസ്റ്റ് ഫേസിൽ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് തന്നെയാണ്. ഒരു 10%, 15% ഉള്ളൂ CBSE സിലബസിൽ നിന്ന്. എന്നാൽ ഫേസ് 2 വരുമ്പോൾ CBSEക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫേസ് 1 കടക്കുക എന്നുള്ളതാണ്, കടമ്പ കടക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്റ്റേറ്റ് സിലബസിലെ പാഠഭാഗങ്ങൾ കൂടുതൽ എടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സാറ്റിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം മാറ്റിന് ഭൂരിഭാഗം കുട്ടികളും ഏതാണ്ട് ഒരേ സ്കോർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, സാമാന്യം പരിശീലനം നേടിയവരൊക്കെ. അപ്പോൾ സാറ്റിൽ പാഠപുസ്തകം ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ പ്രാധാന്യം. അതേപോലെ തന്നെ കുറേ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളും ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് സൗജന്യ പരിശീലനങ്ങൾ വാട്സപ്പിലൂടെ RJ സിവിൽ സർവീസ് അക്കാദമി നൽകുന്നുണ്ട്. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്, വാട്സപ്പ് ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ പാഠഭാഗത്തിലെ ഏതാനും കാര്യങ്ങളിലേക്ക് പോകാം. പ്രധാനമായും ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻസ് ഓഫ് എർത്ത്, ഭൂമിയുടെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 2 ചലനങ്ങളാണ് ഭൂമിക്കുള്ളത്. 2 ടൈപ്സ് ഓഫ് മോഷൻസ് ഓഫ് എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഭൂമിയുടെ ചലനങ്ങൾ 2 രീതിയിലാണ്, ഭ്രമണവും പരിക്രമണവും. അതിൽ ഭ്രമണത്തിലൂടെ ഒരു കാര്യം ഉണ്ടാവുന്നു, അതേപോലെ പരിക്രമണത്തിലൂടെ ഒന്നുണ്ടാവുന്നു. അതാണ് ആ കാര്യങ്ങൾ ആണ് ഈ പാഠത്തിൽ, അതായത് സീസൺസ് ആൻഡ് ടൈം എന്നുള്ളത്. ഇനി നമുക്ക് ആദ്യം ഭ്രമണത്തിന് വേണ്ട സമയം എത്ര, അതുപോലെ പരിക്രമണത്തിന് വേണ്ട സമയം എത്ര നോക്കാം. ടൈം ടേക്കൺ ബൈ ദി എർത്ത് ടു കംപ്ലീറ്റ് 1 റൊട്ടേഷൻ. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം എന്നുള്ളത് ഈ കൃത്യസമയം പഠിക്കണം. നമ്മൾ 24 മണിക്കൂർ മാത്രം പഠിച്ചാൽ പോരെ. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷനിൽ പല രീതിയിലുള്ള ഉത്തരങ്ങൾ ഉണ്ടാകാം. ഇവിടെ നോക്കുക, 23 hours 56 minutes and 4 seconds. അതായത് 21 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഇത് തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 21 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. വ്യത്യസ്ത രീതിയിൽ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്, അത് കൃത്യമായി പഠിക്കുക. അതേപോലെ തന്നെ ടൈം ടേക്കൺ ബൈ ദി എർത്ത് ടു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ. ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 365 days 5 hours 48 minutes and 45 seconds. അതായത് 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡാണ്. ഇതും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ, ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം, അതുപോലെ തന്നെ പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. എന്താണെന്ന് നോക്കാം. റൊട്ടേഷൻ കൊണ്ട് എന്ത് സംഭവിക്കുന്നു നോക്കാം. റൊട്ടേഷൻ കോസസ്, ഭ്രമണം മൂലം എന്ത് സംഭവിക്കുന്നു? ഡേ ആൻഡ് നൈറ്റ് ഒക്കേഴ്സ്, രാവും പകലും ഉണ്ടാകുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ റെവല്യൂഷൻ കോസസ്, അതായത് പരിക്രമണം മൂലം എന്തുണ്ടാകുന്നു? സീസൺസ്, ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ സീസൺസ് ആൻഡ് ടൈം എന്നാണ്. ഇപ്പോൾ റൊട്ടേഷൻ ടൈമിലേക്ക് കൊണ്ടുപോകുമ്പോൾ റെവല്യൂഷൻ സീസൺസിലേക്കാണ്. ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ അതാണ് ഒരു ദിവസം ഉണ്ടാകുന്ന ടൈമാണ് അവിടെ. റൊട്ടേഷൻ കോസസ് ഡേ ആൻഡ് നൈറ്റ് ഒക്കെ രാവും പകലും സംഭവിക്കുന്നു. റെവല്യൂഷൻ കോസസ് സീസൺസ് ആണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ഈ പാഠത്തിൻ്റെ സത്ത എന്ന് പറയുന്നത്. ഇത് തന്നെയാണ്, റൊട്ടേഷനും റെവല്യൂഷനും മൂലം സംഭവിക്കുന്ന 2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് സീസൺസ് ആൻഡ് ടൈം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഈസ് ഹൈയസ്റ്റ് അലോങ് ദ ഇക്വേറ്റർ. ഇത് ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത് എവിടെയാണ്? ഭ്രമണ വേഗത ഉള്ളത് ഭൂമധ്യരേഖയിലാണ്. അത് ഉത്തരായനരേഖയിലാണോ, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണോ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലാണോ, അല്ലെങ്കിൽ ആർട്ടിക് സർക്കിളിലാണോ, അന്റാർട്ടിക് സർക്കിളിലാണോ, ആർട്ടിക് വൃത്തത്തിലാണോ, അന്റാർട്ടിക് വൃത്തത്തിലാണോ, പോളിലാണോ, ധ്രുവങ്ങളിലാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഓപ്ഷനിൽ വരാം. പക്ഷേ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഈസ് ഹൈയസ്റ്റ് അലോങ് ദ ഇക്വേറ്റർ. എവിടെയാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണവേഗത ഉള്ളത്? ഭൂമധ്യരേഖയിലാണ്. ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, അത് അക്ഷാംശ രേഖയാണ്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ഈസ് 0 അറ്റ് ദി പോൾസ്. ധ്രുവങ്ങളിൽ ഇതിൻ്റെ അവസ്ഥ എന്താ? 0 അറ്റ് ദി പോൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ധ്രുവങ്ങളിൽ വേഗത ഇല്ല എന്ന് പറഞ്ഞാൽ വേഗത ഒട്ടുമില്ല, 0ആണ്.
എന്നുള്ളതാണ്. ധ്രുവങ്ങളിൽ ഒട്ടും വേഗതയില്ല, കാരണം ധ്രുവങ്ങളിലേക്ക് വരുമ്പോൾ ചുരുങ്ങിയല്ല വരുന്നത്. അപ്പോൾ 90 ഡിഗ്രിയിൽ ഒട്ടും വേഗതയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഭ്രമണവേഗതയുള്ളത് ഭൂമധ്യരേഖയിലാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഭൂമധ്യരേഖയിൽ ഏറ്റവും കൂടുതൽ വേഗത, ധ്രുവങ്ങളിൽ വേഗതയില്ല. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓർബിറ്റൽ സ്പീഡ് ഓഫ് ദി എർത്ത്, അതായത് ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയെന്നുള്ളതാണ്. ഭൂമിയുടെ പരിക്രമണ വേഗത 29.8 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് ശ്രദ്ധിക്കുക. ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? 29.8 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരുപക്ഷെ ഇത് നമ്മുടെ പുസ്തകത്തിലില്ല, ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചേക്കാം. പരിക്രമണ തലത്തിലൂടെ അത് സഞ്ചരിക്കും. അതിൻ്റെ വേഗത ഏതാണ്ട് 30 കിലോമീറ്റർ അടുത്ത വേഗതയിൽ ഈ ഭൂമി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി എർത്ത്, ഭൂമിയുടെ പലായന വേഗത, പലായന പ്രവേഗം എന്നറിയപ്പെടുന്നത് എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദി എർത്ത്. പലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ് പലായന പ്രവേഗം എന്നറിയപ്പെടുന്നത്. ഓർബിറ്റൽ സ്പീഡ്, പരിക്രമണ വേഗത 29.8 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ആ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഭൂമിയുടെ ചെരിവാണ് ഇനി പറയാൻ പോകുന്നത്. ടിൽറ്റ് ഓഫ് ദി എർത്ത് ആക്സിസ് ആണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവാണ് പറയാൻ പോകുന്നത്. അതും പലർക്കും സംശയങ്ങളുണ്ടാകാം. അത് ഓർബിറ്റൽ പ്ലെയിനിൽ ഇത്രയാണോ, വെർട്ടിക്കൽ പ്ലെയിനിൽ ഇത്രയാണോ, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഉറപ്പിച്ച് പഠിക്കുക. ഓർബിറ്റൽ പ്ലെയിൻ, പരിക്രമണ തലത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരിവ് 66 ഡിഗ്രി ആണെങ്കിൽ, അതായത് 66.5 ഡിഗ്രി ആണെങ്കിൽ, വെർട്ടിക്കൽ പ്ലെയിനിൽ ലംബതലത്തിൽ ഇതിൻ്റെ ചെരിവ് 23.5 23.5 ഡിഗ്രിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഓർബിറ്റൽ പ്ലെയിനിലെ ചെരിവ്, വെർട്ടിക്കൽ പ്ലെയിനിലെ ചെരിവ് കൃത്യമായിട്ട് ഓർമ്മിക്കണം. അതേപോലെ തന്നെ ഭൂമിയുടെ പരിക്രമണ വേഗത, ഓർബിറ്റൽ സ്പീഡ് ഓഫ് ദി എർത്ത് 29.8 കിലോമീറ്റർ പെർ സെക്കൻഡും എസ്കേപ്പ് വെലോസിറ്റി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡുമാണ്. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. ലാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡുമാണ്, അതല്ലെങ്കിൽ റൊട്ടേഷൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ഈ പാഠം. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് ശ്രദ്ധിക്കണം. ലാറ്റിറ്റ്യൂഡ് നോക്കാം. അക്ഷാംശ രേഖകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് ഈ പാഠത്തിന് സാധ്യതയുണ്ട്. ദ ലോങ്സ്റ്റ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ്, ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ 0 ഡിഗ്രിയാണ്. അത് ശ്രദ്ധിക്കുക. ലോങ്സ്റ്റ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇക്വേറ്റർ ആണ്, 0 ഡിഗ്രിയാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ് ഇക്വേറ്റർ എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസ്റ്റ്മെന്റ് ലാറ്റിറ്റ്യൂഡ്സ്, അടുത്തടുത്തുള്ള 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാറ്റിറ്റ്യൂഡ്, അടുത്തടുത്തുള്ള 2 അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ദൂരം 111 കിലോമീറ്റർ ആണ്. ആകെ ഇനി 111 കിലോമീറ്റർ ഉണ്ട് അടുത്തടുത്തുള്ള 2 അക്ഷാംശ രേഖകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ്, അക്ഷാംശങ്ങളുടെ ആകെ എണ്ണം 181 അപ്പോൾ അക്ഷാംശ രേഖകൾ എന്ന് നമുക്കറിയാം, സമാന്തരമായ ഒരു രേഖയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. ഈ സമാന്തര രേഖകൾ, ഇത് 0 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. ഇത്തരത്തിലുള്ള സമാന്തര രേഖകളാണ് എന്ത്? അക്ഷാംശ രേഖകൾ. ഇത് ഇത്തരത്തിലുള്ള എത്ര രേഖകളുണ്ട്? 181 രേഖകളുണ്ട്. ഈ ഒരു രേഖയിൽ നിന്ന് ഈ ഒരു രേഖയിലേക്കുള്ള ദൂരം 111 കിലോമീറ്റർ ആണ്. 111 കിലോമീറ്റർ. അപ്പോൾ അടുത്തടുത്തുള്ള 2 അക്ഷാംശങ്ങൾ തമ്മിലുള്ള ദൂരം 111 കിലോമീറ്റർ ആണ്. എത്ര രേഖകളുണ്ട്? അക്ഷാംശങ്ങളുടെ ആകെ ടോട്ടൽ നമ്പർ ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് 181 ആണ്. അതിൽ ലോങ്സ്റ്റ് ലൈൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് 0 ഡിഗ്രിയിലുള്ളതാണ്, ഇക്വേറ്റർ ആണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ലാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ, പ്രധാന അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണ് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. 0 ഡിഗ്രി ഇക്വേറ്റർ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഉത്തരായന രേഖയാണ്. 0 ഡിഗ്രിയിൽ നിന്ന് വടക്ക് ഭാഗത്ത് കാണുന്നതാണ്. 23 ഡിഗ്രി വടക്കിനാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നതാണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് 23 ഡിഗ്രി തെക്കാണ്. 23 ഡിഗ്രി തെക്കാണ്. ഇനി ആർട്ടിക്കിൾ സർക്കിൾ നോക്കുക. ആർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്നത് അത് 66 ഡിഗ്രി വടക്കാണ്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനുള്ള സാധ്യത ഉണ്ട്. അന്റാർട്ടിക് സർക്കിൾ എവിടെയാണ്? നോർത്തിലാണോ സൗത്തിലാണോ എന്ന് പലർക്കും സംശയമുണ്ട്. ആർട്ടിക് സർക്കിൾ എവിടെയാണ്? അപ്പോൾ അത് നോർത്തിലോ സൗത്തിലോ, നമുക്ക് ചിലപ്പോൾ 66.5 ഡിഗ്രി അറിയാം, പക്ഷേ അത് നോർത്തിലോ സൗത്തിലോ എന്നുള്ളത് തെറ്റരുത്. ആർട്ടിക് വൃത്തം അത് നോർത്തിലാണെങ്കിൽ, വടക്കാണെങ്കിൽ അന്റാർട്ടിക് വൃത്തം സൗത്തിലാണ്. അത് ദക്ഷിണാർദ്ധഗോളത്തിലാണ് കാണപ്പെടുന്നത്. അത് സൗത്തിലാണ്, 66 ഡിഗ്രിയിലാണ്, തെക്കാണ്. ഇനി നോർത്ത് പോൾ, അത് പിന്നെ നമുക്ക് നോക്കണ്ട. 90 ഡിഗ്രി നോർത്ത്, വടക്ക 90 ഡിഗ്രിയാണ്, വടക്കാണ്. സൗത്ത് പോൾ സൗത്തിൽ തന്നെയാണ്, 90 ഡിഗ്രി സൗത്ത്. 90 ഡിഗ്രി സൗത്തിൽ പറയുന്നതാണ് സൗത്ത് പോൾ എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ് ലൈൻസുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ പ്രധാന അക്ഷാംശ രേഖകളാണ്. അടുത്തത് ഈ അക്ഷാംശ നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ പറഞ്ഞു. 90 ഡിഗ്രി സൗത്തും 90 ഡിഗ്രി നോർത്തും. അപ്പോൾ നോർത്ത് പോൾ, ഹു ഇസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് ദ നോർത്ത് പോൾ? ഈ നോർത്ത് പോൾ ഉത്തര ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയത് ആരാന്നുള്ളത്, ഈ 90 ഡിഗ്രി ആദ്യമായി കാലുകുത്തിയത് റോബർട്ട് പിയറി എന്നുള്ള ആളാണ്. ആരാണ്? റോബർട്ട് പിയറി.
90 ഡിഗ്രിയിൽ ആദ്യമായി കാലുകുത്തിയത്, 90 ഡിഗ്രി വടക്ക് ആദ്യമായി കാലുകുത്തിയത്, 90 ഡിഗ്രി നോർത്തിൽ കാലുകുത്തിയത് റോബർട്ട് പിയറിയാണ്. ഇനി ഹു ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റീച്ച് സൗത്ത് പോൾ? ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയത് ആരാണ്? റൊണാൾഡ് ആംബുഡ്സൺ ആണ്. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയത് ആരാണ്? റൊണാൾഡ് ആംബുഡ്സൺ ആണ്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ, റോബർട്ട് പിയറിയും റൊണാൾഡ് രണ്ടും 6 തുടങ്ങുന്നത്. ദക്ഷിണ ധ്രുവത്തിലും ഉത്തര ധ്രുവത്തിലും ഒന്ന് റോബർട്ട് പിയറിയാണ്, അതുപോലെ രണ്ടാമത്തെ ദക്ഷിണ ധ്രുവത്തിൽ റൊണാൾഡ് ആംബുഡ്സൺ ആണ്. അടുത്ത ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. ദ ലാർജസ്റ്റ് കൺട്രി ക്രോസിംഗ് ദ ഇക്വേറ്റർ. ഈ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണെന്നുള്ളതാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ഭൂമധ്യരേഖ ബ്രസീലാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ. നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ബ്രസീൽ. ലാർജസ്റ്റ് കൺട്രി ക്രോസിംഗ് ദ ഇക്വേറ്റർ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. അതേപോലെ ദ ഓൺലി ഏഷ്യൻ കൺട്രി ത്രൂ വിച്ച് ദി ഇക്വേറ്റർ പാസസ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യയാണ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യയാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏഷ്യൻ രാജ്യം ഓൺലി ഏഷ്യൻ കൺട്രി ത്രൂ വിച്ച് ദി ഇക്വേറ്റർ പാസസ്, അത് ഇന്തോനേഷ്യയാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ബ്രസീലാണ്. അടുത്ത് നോക്കുക. ഇത് റിവർ വിച്ച് ക്രോസസ് ദി ഇക്വേറ്റർ ടൈസ്. 2 തവണ ഭൂമധ്യരേഖ മുറിച്ച് കിടക്കുന്ന നദി, 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഭൂമധ്യരേഖ മുറിച്ച് കിടക്കുന്ന ഒരു നദിയുണ്ട്. അതേതാണ്? കോങ്കോ റിവറാണ്. റിവർ കോങ്കോയാണ്. നോക്കുക, കോങ്കോ നദിയാണ് 2 തവണ ഭൂമധ്യരേഖ മുറിച്ച് കിടക്കുന്നത്. ദ റിവർ വിച്ച് ക്രോസസ് ദി ഇക്വേറ്റർ ടൈസ്. 2 തവണ ഭൂമധ്യരേഖ മുറിച്ച് കിടക്കുന്ന നദി ഏതാണ്? കോങ്കോയാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത അക്ഷാംശ ലാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ദ ഓൺലി കോണ്ടിനെന്റ് ദാറ്റ് ക്രോസസ് ദി ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ദ ഓൺലി കോണ്ടിനെന്റ്, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക വൻകര. The only continent that crosses the equator, Tropic of Cancer and the Tropic of Capricorn. അതൊക്കെയാണ് ആഫ്രിക്ക ആണ്. ഇങ്ങനെ ഏക രാജ്യം, ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖ എന്നിവ കടന്നു വന്ന ഏക വൻകര ആഫ്രിക്കയാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 3 രേഖകളും കടന്നു പോകുന്ന ഏക വൻകര ആഫ്രിക്കയാണ്. അതേപോലെ ഇത് ഓൺലി കൺട്രി ദാറ്റ് ക്രോസസ് ദി ഇക്വേറ്റർ ആൻഡ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും, കാപ്രിക്കോൺ ആണ് ചോദിച്ചേക്കുന്നത്, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക രാജ്യം, അതായത് ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം അത് ബ്രസീലാണ്. ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം ബ്രസീൽ. ദ ഓൺലി കൺട്രി ദാറ്റ് ക്രോസസ് ഇക്വേറ്റർ ആൻഡ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യം ബ്രസീൽ നമ്മൾ കണ്ടു. അതേപോലെ ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും, അതായത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇക്വേറ്ററും കടന്നു പോകുന്ന ഏക രാജ്യവും അത് ബ്രസീലാണ്. ഇത് 3 കടന്നു വന്ന വൻകര ആഫ്രിക്കയാണ്, കോണ്ടിനെന്റ് ആഫ്രിക്കയാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. വാട്ട് ഈസ് ദി പോയിന്റ് കോൾഡ് വേർ ദി ഇക്വേറ്റർ ആൻഡ് പ്രൈം മെറിഡിയൻ മീറ്റ്? അപ്പോൾ ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം, അവിടെ ഗ്രീനിച്ച് രേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടില്ല അല്ലേ? ഭൂമധ്യരേഖ പരിചയപ്പെട്ടു, എന്താണ് ഇക്വേറ്റർ എന്താണെന്ന് പരിചയപ്പെട്ടു, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്. എന്നാൽ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഗ്രീനിച്ച് രേഖ. അപ്പോൾ ഇവിടെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദി പോയിന്റ് കോൾഡ് വേർ ദി ഇക്വേറ്റർ ആൻഡ് പ്രൈം മെറിഡിയൻ മീറ്റ്? പ്രൈം മെറിഡിയന് നമ്മൾ ഗ്രീനിച്ച് മെറിഡിയൻ എന്ന് പറയും, ഗ്രീനിച്ച് രേഖ എന്ന് പറയും. അത് സമയം നിർണ്ണയിക്കുന്ന രേഖയാണ്. അപ്പോൾ ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും, അപ്പോൾ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡും 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം, അത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന സ്ഥലം ഏത് എന്നുള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്നത് ഗൾഫ് ഓഫ് ഗിനിയ എന്നുള്ള സ്ഥലമാണ്. ഗൾഫ് ഓഫ് ഗിനിയ, അവിടെ നൾ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഗൾഫ് ഓഫ് ഗിനിയ. അപ്പോൾ ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ കൂട്ടിമുട്ടുന്ന സ്ഥലം ഗൾഫ് ഓഫ് ഗിനിയാണ്, ശ്രദ്ധിക്കുക. അതേപോലെ ഇത് ക്യാപിറ്റൽ സിറ്റി ഈസ് ലൊക്കേറ്റഡ് ക്ലോസസ്റ്റ് ടു ദി ഇക്വേറ്റർ. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏതാണ്? ക്വിറ്റോ. ഇക്വഡോറിലെ തലസ്ഥാനമായ ക്വിറ്റോയാണ് ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ഏതാണ്? ദ ക്യാപിറ്റൽ സിറ്റി ഈസ് ലൊക്കേറ്റഡ് ക്ലോസസ്റ്റ് ടു ദി ഇക്വേറ്റർ ഏതാണ്? ക്വിറ്റോ. ഇക്വഡോറിൻ്റെ ക്വിറ്റോയാണ്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ലാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് മറ്റ് 1-2 ചോദ്യങ്ങൾ കൂടി. വിച്ച് ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഈസ് നിയറസ്റ്റ് ടു ദി ഇക്വേറ്റർ? അപ്പോൾ ഇവിടെ മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് വേണമെങ്കിൽ കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ വിച്ച് ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഈസ് നിയറസ്റ്റ് ടു ഇക്വേറ്റർ? ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതെന്നതാണ് നമുക്ക് നോക്കാം. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ചെന്നൈ ആണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ചെന്നൈ. വിച്ച് ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഈസ് നിയറസ്റ്റ് ടു ദി ഇക്വേറ്റർ? ചെന്നൈ. ഇനി ദ നിയറസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരായന രേഖയുടെ നിയറസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത് ഉദയ്പൂരാണ്. ത്രിപുരയുടെ ഉദയ്പൂരാണ്. ത്രിപുരയിലെ ഉദയ്പൂരാണ്
ഉത്തരായന രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം എന്നറിയപ്പെടുന്നത് ഉദയ്പൂരാണ്. എന്നാൽ ഈ ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം, ദ നിയറസ്റ്റ് ഇന്ത്യൻ സിറ്റി ടു ദി ദ നിയറസ്റ്റ് ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ടു ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് ചോദിച്ചാൽ, അതായത് മെട്രോപൊളിറ്റൻ നഗരം എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഉത്തരായൻ രേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ ഇന്ത്യൻ നഗരം എന്ന് പറഞ്ഞാൽ അത് കൊൽക്കത്തയാണ്. എന്നാൽ വെറും സിറ്റി മാത്രം ചോദിച്ചാൽ ഉദയ്പൂരാണ്, ത്രിപുര. കൊൽക്കത്ത ഏതാ? പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഹൗ മെനി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ക്രോസസ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8ആണ്. അത് ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം. ഈ 8 സംസ്ഥാനങ്ങൾ എന്നാണ്. ഇതിനൊക്കെ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകൾ പല പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിലേതെങ്കിലും ഒരു 3 എണ്ണം ഇട്ടിട്ട് ഓരോന്നും തെറ്റിച്ച് തരും, ഒരു സംസ്ഥാനം വേറെ ഇടും. അപ്പോൾ അത് ഉത്തരായൻ്റെ കടന്നു പോകാത്ത ഏതാ സംസ്ഥാനത്ത് ചോദിക്കാം. ഹൗ മെനി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ക്രോസ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ? ഉത്തരായനെ കടന്നു വന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? 8ആണ്. ആ 8 ഏതൊക്കെയെന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ത്രിപുര, മിസോറാം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലെ 3 ക്വസ്റ്റ്യൻ: മെട്രോപൊളിറ്റൻ സിറ്റി, ഇക്വേറ്ററിനോട് അടുത്തുള്ളത് ചെന്നൈ, അതേപോലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനോട് അടുത്തുള്ളത് ഉദയ്പൂർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനോട് അടുത്തുള്ള മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത 1-2 ചോദ്യങ്ങൾ നോക്കാം. അത് ലോഞ്ചിറ്റ്യൂഡുമായിട്ടാണ്. ഇനി നമ്മൾ ലാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ് ലോഞ്ചിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം ലാറ്റിറ്റ്യൂഡ് 180 ആണ്. ടോട്ടൽ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് എന്ന് പറയുന്നത് 181 ആണ്. 181 ആണ്. അക്ഷാംശ രേഖകളുടെ എണ്ണം 181 ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ. രേഖാംശ രേഖകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 360 രേഖാംശ രേഖകളുണ്ട്. 360 രേഖാംശ രേഖകളാണുള്ളത്. അത് കൃത്യമായിട്ട് പഠിക്കുക. ഒന്ന് അക്ഷാംശ രേഖകൾ ഇങ്ങനെ സമാന്തരമായിട്ട് വരയ്ക്കുന്നതാണെങ്കിൽ രേഖാംശ രേഖകൾ വെർട്ടിക്കലിയാണ്, അത് ലംബതലത്തിലാണ് വരയ്ക്കുന്നത്. ലംബതലത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരയ്ക്കുന്നതാണ്. അപ്പോൾ അത് അത്തരത്തിൽ 360 രേഖകളുണ്ട്. 360 ഡിഗ്രിയാണ് രേഖാംശ രേഖകളുടെ ആകെ എണ്ണം എന്ന് പറഞ്ഞ ഒരു 360 ആണ്. ഇനി അടുത്ത് നോക്കുക. ഇത് ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ 2 അഡ്ജസ്റ്റ്മെൻറ്റ് ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ്. അടുത്തടുത്തുള്ള 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം 4 മിനിറ്റ്സ് ആണ്. 4 മിനിറ്റ്സ്. കാരണം എന്താണ് ഈ രേഖാംശ രേഖകൾ? സമയം നിർണ്ണയിക്കുന്ന രേഖകളാണ്. രേഖാംശ രേഖകൾ സമയം നിർണ്ണയിക്കുന്ന രേഖകളാണ്. നമുക്ക് ഇതൊരു വൃത്തം വരച്ചാൽ ഇത്തരത്തിൽ വളരെ താഴേക്കുള്ളത് ഇതെല്ലാം രേഖാംശ രേഖകളാണ്. അപ്പോൾ ഇങ്ങനെ 360 രേഖാംശ രേഖകളുണ്ട്. ഈ രേഖകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുക നോക്കാം. അടുത്തടുത്തുള്ള 2 രേഖാംശങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം, ഈ 2 രേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. 2 രേഖാംശ രേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം 4 മിനിറ്റാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് 360 ലൈൻസാണ് ഉള്ളത്. നമുക്കത് കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാകുമ്പോൾ ഒരു രേഖയിൽ നിന്ന് അടുത്ത രേഖയിലേക്ക് 4 മിനിറ്റ്. അങ്ങനെയാകുമ്പോൾ 15 രേഖകൾ വരുമ്പോൾ 15 4 60 മിനിറ്റ്, 1 മണിക്കൂറാണ്. അപ്പോൾ 15 രേഖകൾ വന്നാൽ അതായത് 15 ഡിഗ്രി. ഒരു രേഖ 1 ഡിഗ്രിയാണ്, അടുത്ത രേഖ ഓരോ ഡിഗ്രി ഇൻ്റർവെല്ലാണ് ഇതെല്ലാം. അപ്പോൾ 15 ഡിഗ്രി വന്നാൽ 1 മണിക്കൂർ എന്ന് പറയും. അത് നമുക്ക് നോക്കാം. 0 ഡിഗ്രി 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രീനിച്ച് മെറീഡിയൻ ആണ്. അതായത് പ്രൈം മെറീഡിയൻ എന്നറിയപ്പെടുന്നു. ഇതിനെ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നു. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ എന്ത് പറയുന്നു? ഗ്രീനിച്ച് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദി ഗ്രീനിച്ച് ലൈൻ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയാണ്. അതേപോലെ ടൈം ഈസ് കാൽക്കുലേറ്റഡ് വേൾഡ് വൈഡ് ബേസ്ഡ് ഓൺ ദി ഗ്രീനിച്ച് ലൈൻ. ഗ്രീനിച്ച് ലൈനിനെ ആസ്പദമാക്കിയാണ് ലോകമെമ്പാട് സമയം കണക്കാക്കുന്നത്. ആ കാര്യങ്ങൾ പഠിക്കുക. അതായത് 2 ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് തമ്മിലുള്ള വ്യത്യാസം 4 മിനിറ്റാണ്. ആകെ 360 രേഖകളാണ് ഉള്ളത്. ഇനി വേർ ഡസ് ദ ഗ്രീനിച്ച് മെറിഡിയൻ പാസ് ത്രൂ? ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്ന സ്ഥലം ഏതാണെന്നുള്ള ചോദ്യം ചിലപ്പോൾ ചോദിക്കുക. അത് ആ പേര് തന്നെയുണ്ട്. ദ റോയൽ ഒബ്സർവേറ്ററി ഗ്രീനിച്ച് ഇൻ ലണ്ടൻ. അത് ഇംഗ്ലണ്ടിലാണ്. ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റലാണല്ലോ. അപ്പോൾ ഈ റോയൽ ഒബ്സർവേറ്ററി ഗ്രീനിച്ച് എന്ന് പറഞ്ഞ സ്ഥലം ലണ്ടനിലെ ഗ്രീനിച്ച് റോയൽ ഒബ്സർവേറ്ററിയിലൂടെയാണ് ഗ്രീനിച്ച് മെറിഡിയൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് ഗ്രീനിച്ച് എന്ന് പറയുന്നത്. അത് ഇംഗ്ലണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഗ്രീനിച്ച് ലൈനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് നമുക്ക് നോക്കാം. ലോഞ്ചിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട മറ്റൊരു കുറേ കാര്യങ്ങൾ. ടോട്ടൽ ടൈം സോൺസ്. നമുക്കറിയാം 360 രേഖകളുണ്ട്. ഈ 360നെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. അത് 15 കൊണ്ട് കരിച്ചാൽ നമുക്ക് 24 കിട്ടും. 360 രേഖകളാണ് ഉള്ളത്. ഇപ്പോൾ ടോട്ടൽ ടൈം സോൺസ് എന്ന് പറഞ്ഞാൽ 24ആണ്. എന്തുകൊണ്ട് 24 ആയി എന്ന് ചോദിച്ചാൽ 24നെ 15 കൊണ്ട് നിങ്ങൾ ഗുണിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് 360 കിട്ടും.
അപ്പോൾ എന്താണ് ഈ 15? ഓരോ 15 ഡിഗ്രിക്കും 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകും. ഒരു 15 ഡിഗ്രി, ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് താഴെ നോക്കുക 4 മിനിറ്റാണ്. എങ്കിൽ 15 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 15 × 4 60 മിനിറ്റാണ്. അപ്പോൾ 1 മണിക്കൂർ അങ്ങനെ എത്ര 15 ഡിഗ്രി വീതം ഉള്ള 24 ടൈം സോൺസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ എത്രയാണ്? 360 ഡിഗ്രി കവർ ചെയ്യുക. അപ്പോൾ ടോട്ടൽ ടൈം സോൺസ് എന്ന് പറയുന്നത് 24 ആണ്. 24 ടൈം സോൺസ് ആണ് ആകെയുള്ളത്. ദ കോൺസെപ്റ്റ് ഓഫ് ടൈം സോൺസ് വാസ് ഫസ്റ്റ് പ്രൊപ്പോസഡ് ബൈ, സമയമേഖലകളുടെ ആശയം ആദ്യം നിർദ്ദേശിച്ചത് ആരാന്നുള്ളതാണ്. ഇത് നമ്മുടെ പുസ്തകത്തിലൊന്നുമില്ല, സർ സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ്. ഇത് ശ്രദ്ധിക്കണം. സമയമേഖലകളുടെ ആശയം ആദ്യം നിർദ്ദേശിച്ചത് സർ സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സർ സാൻഫോർഡ് ഫ്ലെമിംഗ് ആണ് സമയമേഖലകളുടെ ആശയം ആദ്യമായിട്ട്. ദ കോൺസെപ്റ്റ് ഓഫ് ടൈം സോൺസ് വാസ് ഫസ്റ്റ് പ്രൊപ്പോസഡ് ബൈ. അതുപോലെ ഇത് കൺട്രി ഹാവിംഗ് ലാർജസ്റ്റ് നമ്പർ ഓഫ് ടൈം സോൺസ്, ഏറ്റവും അധികം സമയമേഖലയുള്ള രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. ഏറ്റവും അധികം സമയമേഖലയുള്ള രാജ്യം 12 സമയമേഖലയുണ്ട്. പഴയ കാലത്തെ പഴയ പുസ്തകങ്ങളിലൊക്കെ റഷ്യ എന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ല, ഫ്രാൻസ് ആണ്. ഫ്രാൻസിന് കുറച്ച് ദ്വീപ് പ്രദേശങ്ങൾ കൂടിയുണ്ട്. അതും കൂടെ കൂട്ടുമ്പോൾ ഫ്രാൻസിന് 12 സമയമേഖലകളുണ്ട്. USA അതായത് അമേരിക്കയ്ക്ക് റഷ്യക്ക് 11 ടൈം സോൺസ് വീതമുണ്ട്. എന്നാൽ ഓസ്ട്രേലിയക്ക് 8 ടൈം സോൺസ് ആണ്. ഇന്ത്യക്ക് 1 ടൈം സോൺസ് ആണ്. ഇന്ത്യക്ക് 1 സമയമേഖലയേ ഉള്ളൂ. ആ സമയമേഖല 82.5 ഡിഗ്രി ഈസ്റ്റിലുള്ള ആ സമയമേഖലയാണ്. ഇന്ത്യയുടെ ഈ സമയമേഖല ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമുണ്ട്, അത് ശ്രീലങ്കയാണ്. അത് ഇവിടെ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് 1 ടൈം സോണേ ഉള്ളൂ. ഓസ്ട്രേലിയക്ക് 8 ടൈം സോൺ ഉണ്ട്. USA റഷ്യക്ക് 11 ടൈം സോൺ ഉണ്ട്. ഫ്രാൻസിന് 12 ടൈം സോൺസ് ഉണ്ട്. കാരണം 12 സ്ഥലത്ത് 12 സമയമായിരിക്കും എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത്രയും വലിയ ഇതിൽ കിടക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ, ഫ്രാൻസ്, USA, റഷ്യ എന്നുള്ളതൊക്കെ. പക്ഷേ ഇന്ത്യ വലിയ രാജ്യമാണെങ്കിൽ കൂടി ഇന്ത്യക്ക് 1 ടൈം സോൺസേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 1 ഡിഗ്രി എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. 360 ഡിഗ്രി ഉണ്ടല്ലോ, 360 രേഖകളുണ്ടല്ലോ ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ 15 ഡിഗ്രി കൂടിയാൽ 1 മിനിറ്റ്, 1 ഡിഗ്രി 4, 2 ഡിഗ്രി 8, 3 ഡിഗ്രി 12, അങ്ങനെ 15 ഡിഗ്രി വന്നാൽ 15 × 4 60 മിനിറ്റ്, 1 മണിക്കൂർ. അങ്ങനത്തെ 15 ഡിഗ്രികൾ 24 സമയമേഖലകളാണുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 24 × 15 360 ഇപ്പോൾ ടോട്ടൽ ടൈം സോൺസ് എന്ന് പറയുന്നത് 24 ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സർ സാൻഫോർഡ് ഫ്ലെമിങ്ങിനെ മറക്കരുത്. അടുത്തത് നോക്കുക, സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് ടൈം സോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. 1 ടൈം സോൺസ് ആണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ സമയം കണക്കാക്കുന്ന രേഖ ഏതാണ്? ആ രേഖയാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് കിഴക്ക്. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ് ഇന്ത്യയുടെ സമയം കണക്കാക്കുന്ന രേഖ, ഇന്ത്യയുടെ മാനക രേഖാംശം. അതിന് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ, ഈ മാനക രേഖാംശത്തിലെ സമയമാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സമയം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രീനിച്ച് മീൻ ടൈം ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. ഈ ഗ്രീനിച്ച് സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഗ്രീനിച്ച് 0 ഡിഗ്രി ആണല്ലോ, ഇന്ത്യയുടേത് 82.5 ഡിഗ്രി. അപ്പോൾ 0 ഡിഗ്രിയിൽ നിന്ന് 82.5 എത്തുമ്പോൾ എത്ര സമയ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 5 hours and 30 minutes ahead of ഗ്രീനിച്ച് മീൻ ടൈം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. അപ്പോൾ ഇന്ത്യൻ സമയം വളരെ മുന്നിലാണ്, 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. ലണ്ടനിൽ 10 മണിയാണെങ്കിൽ ഇന്ത്യയുടെ സമയം എത്രയാണ്? 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 10ഉം 5 15:30, അപ്പം 3:30 മണിയായിരിക്കും. അപ്പോൾ 5 മണിക്കൂർ മുന്നിലാണ്. ലണ്ടനിൽ 10 മണി, രാവിലെ 10 മണിയാണെങ്കിൽ ഇന്ത്യയിൽ ആ സമയത്ത് സമയം നോക്കുകയാണെങ്കിൽ 3:30 PM ആയിരിക്കും. അപ്പോൾ 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മൾ. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയം തമ്മിലുള്ള വ്യത്യാസം 5.5 മണിക്കൂർ മുന്നിലാണ്. ഇനി ഇത് 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് പാസസ് ത്രൂ അലഹബാദ് UP, ഉത്തർപ്രദേശ് ആൻഡ് കാക്കിനഡ, ആന്ധ്രാപ്രദേശ്. അതായത് ഈ മാനക രേഖാംശം കടന്നു പോകുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണ്, ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലൂടെയാണെന്നാണ്. 82 ഡിഗ്രി കിഴക്കൻ രേഖാംശം അലഹബാദ് ഉത്തർപ്രദേശിലെ അലഹബാദിലൂടെയും കാക്കിനഡ ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ വഴിയുമാണ് കടന്നു പോകുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 2 സ്ഥലങ്ങളും ശ്രദ്ധിക്കുക. അലഹബാദും കാക്കിനഡയും 82 ഡിഗ്രി കിഴക്കൻ രേഖാംശം കടന്നു പോകുന്നത് ഈ 2 സ്ഥലങ്ങളിലൂടെയാണ്. അടുത്തത് നമുക്ക് നോക്കാം, ലോഞ്ചിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 180 ഡിഗ്രി മെറിഡിയൻ എന്താണെന്നാണ് ചോദ്യം. ആൻഡ് ഇമാജിനറി ലൈൻ അലോങ് ദി 180 ഡിഗ്രി മെറിഡിയൻ. 150 ഡിഗ്രി രേഖാംശ രേഖ എന്ത് വിളിക്കുന്നു എന്നാണ്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ്, അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 150 ഡിഗ്രി മെറിഡിയനെ, 180 ഡിഗ്രി രേഖാംശ രേഖയെ അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നാണ് വിളിക്കുന്നത്. അതായത് ഇത് സ്ട്രെയിറ്റ് ത്രൂ വിച്ച് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസസ് ത്രൂ. അന്താരാഷ്ട്ര ദിനാങ്കരേഖയിലൂടെ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ്? അന്താരാഷ്ട്ര ദിനാങ്കരേഖയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ 24 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ രേഖയുടെ ഒരറ്റത്തു നിന്ന് വേറൊരറ്റത്തേക്ക് ഒരാൾ ചാടിക്കടന്നാൽ ഒരു ദിവസം ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇതിനെ ഒരു കടലിടുക്കിലൂടെയാണ് കടത്തിവിട്ടിരിക്കുന്നത്.
അതുകൊണ്ട് അന്താരാഷ്ട്ര ദിനാഗ്രഹയിലൂടെ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ്? ആ കടലിടുക്കിൻ്റെ പേര് ശ്രദ്ധിക്കുക, അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ബെറിംഗ് സ്ട്രൈറ്റ് ആണ് പസഫിക് കടലിടുക്ക്. പസഫിക് സമുദ്രത്തിലുള്ള ബെറിംഗ് സ്ട്രൈറ്റിലാണ്, ബെറിംഗ് സ്ട്രൈറ്റിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര ദിനാഗ്രഹയിലൂടെ കടന്നു പോകുന്ന കടലിടുക്ക് ബെറിംഗ് സ്ട്രൈറ്റ് ആണ്, ബെറിംഗ് കടലിടുക്കാണ്. ദ സ്ട്രൈറ്റ് ത്രൂ വിച്ച് ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ പാസസ് ത്രൂ. അപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഓഫ് 180 ഡിഗ്രീസ്. 150 ഡിഗ്രി പടിഞ്ഞാറും കിഴക്കൻ രേഖാംശരേഖകൾ തമ്മിലുള്ള സമയവ്യത്യാസം 24 അവറാണ്, അതായത് ഒരു ദിവസമാണ്. വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള സമയവ്യത്യാസം 150 ഡിഗ്രി വെസ്റ്റും ഈസ്റ്റും തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? 24 അവേഴ്സ്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇത്രയും നേരം പ്രധാനമായും റൊട്ടേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സീസൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സീസൺസ് എന്ന് പറയുമ്പോൾ അത് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റൊട്ടേഷനുമായിട്ട് ടൈം വരുമ്പോൾ റെവല്യൂഷനുമായിട്ട് സീസൺസ് വരുന്നു. നമുക്ക് നോക്കാം. സീസൺസുമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനമായി ഒരു 3, 2, 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സൂര്യൻ്റെ അയനവുമായി ബന്ധപ്പെട്ട, സൂര്യൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട, സൂര്യൻ ചലിക്കുന്നില്ല, പക്ഷേ ഭൂമിയുടെ ഈ പരിക്രമണം മൂലം അത് ചലിക്കുന്നതായി തോന്നുന്നു. അതുകൊണ്ട് ചില ദിവസങ്ങളുടെ ചില പ്രത്യേകതകളുണ്ട്, അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സമ്മർ സോൾസ്റ്റേഴ്സ് ആണ് ഗ്രീഷ്മ അയനാന്തം. ഈ ഗ്രീഷ്മ അയനാന്തം അനുഭവപ്പെടുന്ന ദിവസം ഏത് എന്നുള്ളതാണ് ജൂൺ 21. ഈ ഗ്രീഷ്മ അയനാന്തത്തിന് മലയാളത്തിൽ കർക്കിടക അയനാന്തം എന്നും പറയാറുണ്ട്. കർക്കിടക അയനാന്തം. ഇപ്പോൾ സമ്മർ സോൾസ്റ്റേഴ്സ് ഗ്രീഷ്മ അയനാന്തം ജൂൺ 21. എന്തുകൊണ്ടാണ് ഇത് ഈ ജൂൺ 21 ഗ്രീഷ്മ അയനാന്തം എന്നറിയപ്പെടാൻ കാരണം? സൺ ഈസ് ഡയറക്റ്റ് ഓവർഹെഡ് ഓൺ 23.5 ഡിഗ്രി നോർത്ത്. അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ഉത്തരായന രേഖയിൽ സൂര്യന് നേരിട്ട് പതിക്കുന്ന ദിനമാണ് ജൂൺ 21. ഉത്തരായന രേഖയിൽ സൂര്യൻ നേരിട്ട് പതിക്കുന്ന ദിനം ജൂൺ 21. അതുകൊണ്ടാണ് ഇത് ഗ്രീഷ്മ അയനാന്തം. ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ലോങ്ങസ്റ്റ് ഡേ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഈ കാലഘട്ടത്തിൽ ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലാണ് അനുഭവപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ജൂൺ 21. അപ്പോൾ സമ്മർ സോൾസ്റ്റേഴ്സ് ദിനമാണ് ഓർത്തിരിക്കേണ്ടത്, ജൂൺ 21. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് ഉത്തരായന രേഖയിലെത്തുന്ന ദിവസമാണ്, സൂര്യന് നേരിട്ട് പതിക്കുന്ന ദിവസമാണ് ജൂൺ 21. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത വിൻ്റർ സോൾസ്റ്റേഴ്സ് ആണ്. വിൻ്റർ സോൾസ്റ്റേഴ്സ് ഡിസംബർ 22 ആണ്. അത് ദക്ഷിണായന രേഖയിൽ ഇവിടെ സൺ ഈസ് ഡയറക്റ്റ് ഓവർഹെഡ് ഓൺ 23.5 ഡിഗ്രി സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ദക്ഷിണായന രേഖയിൽ സൂര്യൻ നേരിട്ട് പതിക്കുന്ന ദിനമാണ് ഈ ഡിസംബർ 22. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലോങ്ങസ്റ്റ് ഡേ ഇൻ സദേൺ ഹെമിസ്ഫിയർ. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നു ഡിസംബർ 22. ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയ, നിങ്ങൾ നോക്കുക, ഓസ്ട്രേലിയ ക്രിസ്മസ് കടുത്ത വേനലിലാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ഡിസംബർ 22. 23 ഡിഗ്രി ദക്ഷിണായന രേഖ നേരിട്ട് പതിക്കുന്ന ദിവസമാണ് സൂര്യൻ ഈ ദിനം ഡിസംബർ 22. ഇനി ഇക്വിനോക്സസ്, സമരാത്ര ദിനം. രാത്രിയും പകലും തുല്യമായി അനുഭവപ്പെടുന്നത് 2 അർദ്ധഗോളങ്ങളിൽ. ആ ദിവസം ഏതൊക്കെയാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23 മാർച്ച് 21 സെപ്റ്റംബർ 23. ഇതിനെ വിഷുവങ്ങൾ എന്നും പറയാറുണ്ട്. വിഷുവങ്ങൾ. സൺറൈസസ് ഫാൾ വെർട്ടിക്കലി ഓവർ ദി ഇക്വേറ്റർ. സൂര്യരശ്മികൾ ഭൂമധ്യരേഖ നേരിട്ട് പതിക്കുന്ന ദിനമാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ്. ദിനരാത്രങ്ങൾ ഇരു അർദ്ധഗോളത്തിൽ തുല്യം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 2 അർദ്ധഗോളത്തിലും രാത്രിയും പകലും തുല്യമാണ്. ഇതിനെ വിഷുവങ്ങളെന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ സമരാത്ര ദിനം എന്നും വിളിക്കുന്നു. ഏതൊക്കെ ദിവസങ്ങൾ? മാർച്ച് 21 സെപ്റ്റംബർ 23. വിൻ്റർ സോൾസ്റ്റേഴ്സ് ശൈത്യ അയനാന്തം ഡിസംബർ 22. അതുപോലെ സമ്മർ സോൾസ്റ്റേഴ്സ് ഗ്രീഷ്മ അയനാന്തം ജൂൺ 21. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. പെരിഹിലിൻ ആൻഡ് അപ്ഹിലിൻ, പെരിജി അപ്പോജി എന്നൊക്കെ പറയും. അതായത് സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അതേതാണെന്ന് ചോദിക്കാറുണ്ട്. ജാനുവരി 3 ആണ്. എർത്ത് കംസ് ക്ലോസസ്റ്റ് ടു ദി സൺ എവരി ഇയർ അറൗണ്ട് ജാനുവരി 3. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ജാനുവരി 3. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിന് പെരിഹിലിൻ എന്ന് പറയും, പെരിജി എന്ന് പറയും. അതുപോലെ അപ്ഹിലിന് അപ്പോജി എന്ന് പറയും. സൂര്യൻ ഭൂമിയും ഏറ്റവും അകലത്തിലാകുന്ന ദിനം എന്നാണ്, അത് ജൂലൈ 4 ആണ്. എർത്ത് ഫാർത്തസ്റ്റ് ഫ്രോം ദി സൺ ഓൺ ജൂലൈ 4. അപ്പോൾ സൂര്യൻ ഭൂമി ഏറ്റവും അകലത്തിലാകുന്ന ദിനം ജൂലൈ 4, ഏറ്റവും അടുത്ത് വരുന്ന ദിനം ജാനുവരി 3. ഈ ദിനങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുറന്നുള്ള NDSC NMMS വിവിധ സ്കോളർഷിപ്പുകളുടെ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.